അജ്ഞാതർ തുരുതുര പാകിസ്ഥാനിലെ കറാച്ചിയിലും ലാഹോറിലും ചെന്ന് ലഷ്കർ ജെയ്ഷെ ഭീകരരെ സെക്കൻഡുകൾക്കുള്ളിൽ തട്ടുമ്പോൾ ഇന്ത്യ ഊറിച്ചിരിക്കുന്നുണ്ട്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളെയും വിദേശ മണ്ണിലെ ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളെയും ആസ്പദമാക്കി ചിത്രീകരിച്ച ദുരന്തത്തിനും മേലെയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ. എന്തുകൊണ്ടാണ് ലഷ്കറും ജെയ്ഷയും ഒക്കെ പരസ്യമായി സമ്മതിച്ചില്ല എങ്കിലും അജ്ഞാതർ എന്ന് കേൾക്കുമ്പോൾ മുള്ളുന്നത്? സിനിമകളിൽ കാണുന്നതിനേക്കാൾ സങ്കീർണവും സവിശേഷവുമായ സ്ട്രക്ചറിലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ചാരശൃംഖല പ്രവർത്തിക്കുന്നത്. ശത്രുക്കളുടെ ഏത് നീക്കവും തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസികൾ ചില്ലറക്കാരല്ല. ലഷ്കർ ഇ തോയ്ബയുടെ മുതിർന്ന ഓപ്പറേറ്റീവ് റിസ്വാൻ ഹനീഫ് അടുത്തിടെ നടത്തിയ പരസ്യ പ്രസംഗം കേട്ട് ഓരോ രാജ്യസ്നേഹിയും കോരിത്തരിച്ചുപോയി. 2020 മുതൽ ഇതുവരെ പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് തങ്ങളുടെ 30-ലധികം ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഒരു പൊതുസമ്മേളനത്തിൽ ഹനീഫ തുറന്ന് സമ്മതിച്ചത്. പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി, മുസഫറാബാദ്, റാവൽകോട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് തങ്ങളുടെ പ്രധാന നേതാക്കളും കാഡർമാരും കൊല്ലപ്പെട്ടു എന്നും അതിനു പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് എന്നുമാണ് ഹനീഫയുടെ ആരോപണം. വിദ്വേഷ പ്രത്യയശാസ്ത്രങ്ങളെ ന്യായീകരിക്കാനും സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടാണ് അയാൾ ഈ പ്രസംഗം നടത്തിയത്. ഭീകര സംഘടനകൾ നേരിട്ട വൻ തിരിച്ചടിയുടെ പരസ്യമായ കുറ്റസമ്മതം കൂടിയാവുകയായിരുന്നു ഈ തുറന്നു പറച്ചിൽ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ കുറിച്ച് പറയുകയാണെങ്കിൽ NTRO, ഇന്ത്യൻ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ സാങ്കേതിക സൂപ്പർ ഫീഡറാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന NTRO. ഇലക്ട്രോണിക് ഇന്റലിജൻസ്, സാറ്റലൈറ്റ് വ്യോമ നിരീക്ഷണം, അഡ്വാൻസ്ഡ് സൈബർ സർവൈലൻസ് ഇവയിൽ ഇവർ വിദഗ്ധരാണ്. ഇന്ത്യക്കകത്തും രാജ്യാന്തര തലത്തിലും മുൻകൂർ അനുമതികൾ ഇല്ലാതെ തന്നെ സാങ്കേതിക നിരീക്ഷണം നടത്താൻ അധികാരമുള്ള ഒരേയൊരു ഏജൻസി. ISRO, DRDO, ബാർക്ക് ഇവയിൽ നിന്നും ഡാറ്റ സ്വീകരിക്കും. അത് RO, IBDIA തുടങ്ങിയ ഏജൻസികൾക്ക് കൈമാറുന്നത് NTRO ആണ്. ഇനി RO, ഇന്ത്യയുടെ പ്രധാന വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയാണ് RO. ഇന്ത്യക്ക് പുറത്തുള്ള ഭീഷണികളെ ഹ്യൂമൻ ഇന്റലിജൻസ്, സാങ്കേതിക വിദ്യകൾ എന്നിവയിലൂടെ നിരീക്ഷിക്കും. വ്യോമ നിരീക്ഷണത്തിനായി ഏവിയേഷൻ റിസർച്ച് സെന്റർ, സാങ്കേതിക നിരീക്ഷണത്തിനായി ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നിക്കൽ സർവീസസ്, റേഡിയോ റിസർച്ച് സെന്റർ എന്നിവ പ്രവർത്തിക്കുന്നു. റോയ്ക്ക് ഇന്ത്യക്കകത്തൊരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ IB, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇവയുടെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. വിദേശ മണ്ണിൽ അതീവ രഹസ്യ സൈനിക ദൗത്യങ്ങൾ നടപ്പാക്കാൻ സ്വന്തമായി സേനയുള്ള ഏക സിവിലിയൻ ഏജൻസിയാണ് RO. ഇവർ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലല്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിനുമാണ് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി IB, ഇന്റലിജൻസ് ബ്യൂറോ, ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയും കൗണ്ടർ ഇന്റലിജൻസും ഉറപ്പാക്കുന്ന പ്രധാന ഏജൻസി. രാജ്യത്തിനകത്തുള്ള തീവ്രവാദ നീക്കങ്ങൾ, ചാരപ്രവർത്തനങ്ങൾ, ക്രമസമാധാനം എന്നിവ ഇവർ നിരീക്ഷിക്കുന്നു. രാജ്യത്തിനുള്ളിലാണ് പ്രധാന പ്രവർത്തനമെങ്കിലും RO, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, വിദേശകാര്യ മന്ത്രാലയം എന്നിവയുടെ മുൻകൂർ അനുമതിയോടെ വിദേശ രാജ്യങ്ങളിലും ഓപ്പറേഷനുകൾ ഏകോപിപ്പിക്കാൻ IBക്ക് അധികാരമുണ്ട്. ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി കര, നാവിക, വ്യോമസേനകളുടെ ഇന്റലിജൻസ് വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ തടയാൻ ഇവർ ആർമി, BSF, CRPF, ITBP, SSB എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ഭീകരവാദ ഫണ്ടിംഗ്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ തടയാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്, CEIB, DRI സമാഹരിച്ച് AIA, CBI എന്നിവർക്ക് കൈമാറുന്നത് ഇവരാണ്. എങ്ങനെയാണ് ഈ ഓപ്പറേഷനുകൾ നടപ്പിലാക്കുന്നത്? ഇന്ത്യൻ രഹസ്യാന്വേഷണ ശൃംഖലയുടെ പ്രവർത്തനം കൃത്യമായ ഘട്ടങ്ങളിലൂടെയും കൃത്യമായ ഏകോപനങ്ങളിലൂടെയുമാണ് കംപ്ലീറ്റ് ആവുക. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് NTRO, ARC, ETS എന്നിവരും ഹ്യൂമൻ ചാരന്മാർ വഴി RO, IB എന്നിവരും വിവരങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിന് കൈമാറുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് NSA, ക്യാബിനറ്റ് സെക്രട്ടറി, RO തലവൻ, IB ഡയറക്ടർ തുടങ്ങിയവർ അടങ്ങുന്ന ഒരു സ്ട്രാറ്റജിക് പോളിസി ഗ്രൂപ്പുണ്ട്. അവർ ഇത് വിശകലനം ചെയ്യും. ഓപ്പറേഷൻ എക്സിക്യൂഷൻ ചെയ്യുന്നത് വിശകലനം ചെയ്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭീഷണി ആഭ്യന്തരമാണെങ്കിൽ NIA, CBI, എക്സിക്യൂട്ടീവ് ഏജൻസികൾ, സംസ്ഥാന ATS എന്നിവർ നടപടിയെടുക്കും. വിദേശ മണ്ണിലെ സുരക്ഷാ ഭീഷണികളാണ് എങ്കിൽ കൗണ്ടർ ടെററിസം ദൗത്യങ്ങളിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും അത് നിർവീര്യമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ ശക്തി തുടങ്ങിയ അതീവ സുപ്രധാനവും സങ്കീർണവുമായ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത്. ചുരുക്കത്തിൽ നമ്മൾ സിനിമയിൽ കാണുന്ന ആ സ്പൈ സിനിമകളിലെ തമാശകളില്ലേ, ആ തമാശകളും അതിലെ ഫൈറ്റുകൾക്കും ഒക്കെ അപ്പുറം രാജ്യത്തിന്റെ അതിർത്തികൾക്ക് വെളിയിലും സുരക്ഷ ഉറപ്പാക്കാൻ രാവും പകലും ഒരു റെസ്റ്റുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ശാസ്ത്രീയ സൈനിക ശൃംഖല തന്നെയാണ് ഇന്ത്യക്ക് സ്വന്തമായുള്ളത്. കനത്ത സുരക്ഷാ വലയത്തിൽ ലഷ്കർ ഭീകരരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച റിസ്വാൻ ഹനീഫും അജ്ഞാതരെ ഭയക്കുന്നുണ്ട് എന്നത് വ്യക്തം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.